കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗമരുതവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ കർത്താവ് ഒരവസരം കൂടെ തന്നിരിക്കുകയാണ്. അനേക പ്രതികൂലങ്ങളിലൂടെ ലോകം പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അനേക പ്രതിസന്ധികളെ മനുഷ്യൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ അനേകരായിരിക്കുമ്പോൾ നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ, നമുക്ക് പ്രത്യാശ കണ്ടെത്തുവാൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിലൂടെ സാധിക്കട്ടെ. ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ, ദൈവവചനം ശ്രവിക്കുവാൻ നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരാം. ഈ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രധാന വിഷയം എന്താണ്? പാറയെ തകർക്കുന്ന ചുറ്റിക. എന്താണ് ഈ പാറയെ തകർക്കുന്ന ചുറ്റിക? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം. എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് ഏത് പാറയും അടിച്ചുടച്ച് പണിയുന്ന ചുറ്റികയാണ്. ഇന്ന് നമുക്ക് ഈ വചനത്തിലേക്ക് വരാം. പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരാം. കഴിഞ്ഞ 15 എപ്പിസോഡുകളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പാറയെ തകർക്കുന്ന ചുറ്റിക എന്ന വിഷയമാണല്ലോ. ഇന്നത്തെ ഈ 15ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് തിരുവചനവും രോഗസൗഖ്യവും. കഴിഞ്ഞ എപ്പിസോഡിലും നമ്മൾ ഇതേ വിഷയമായി ചിന്തിച്ചത് തിരുവചനവും രോഗസൗഖ്യവും ഭാഗം 1. ഇന്ന് തിരുവചനവും രോഗസൗഖ്യവും ഭാഗം 2. ഇന്നത്തെ എപ്പിസോഡിലെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വേദപുസ്തകത്തിൽ നിന്ന് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പം പലതരത്തിലുള്ള രോഗങ്ങൾ മനുഷ്യനെ അലട്ടുന്ന ഒരു കാലഘട്ടത്തിലാണെന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്തെങ്കിലും രോഗമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. പലവിധമായ രോഗങ്ങളിൽ നിന്ന് മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. രോഗങ്ങൾ മനുഷ്യനെ ശാരീരികമായും മാനസികമായിട്ടും തളർത്തുന്നു. രോഗങ്ങൾ മനുഷ്യനെ നിരാശയുടെ നിലയില്ലാ കയങ്ങളിലേക്ക് തള്ളിയിടുന്നു. മാരക രോഗങ്ങൾക്ക് മുന്നിൽ മനുഷ്യൻ പകച്ചു നിൽക്കുമ്പോൾ പാറയെ തകർക്കുന്ന ചുറ്റികയാകുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ഇപ്രകാരം പറയുന്നു. യാക്കോബ് 5:16 എന്താ വായിച്ചത്? എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇങ്ങനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പലവിധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ചയാണ് നമ്മൾ ചിന്തിക്കുന്നത്. എങ്ങനെ ഈ രോഗങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാം? തിരുവചനവും രോഗസൗഖ്യവുമായിട്ടുള്ള ബന്ധം എന്താണ്? വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. അപ്പൊ മനുഷ്യനെ ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള മൂല കാരണം പാപമാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ രോഗശാന്തിക്കുള്ള മാർഗം എന്താ? പാപമോചനം പ്രാപിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ചോ പറഞ്ഞത്? മനുഷ്യന്റെ രോഗങ്ങൾക്കുള്ള മൂല കാരണം അവന്റെ പാപമാണ്. അങ്ങനെയാണെങ്കിൽ രോഗശാന്തിക്കുള്ള മാർഗം എന്താണ്? പാപമോചനം പ്രാപിക്കുക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഈ പാപം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേട്ടാലേ പിടി കിട്ടത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ. യോഹന്നാൻ 16, 9 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ. അവിടെ എന്താ വായിക്കുന്നത്? അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ എന്നെ ഇനി കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ഒന്നും മനസ്സിലായില്ല. ഒന്നുകൂടെ പറയാം. അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. നമ്മൾ ഈ വേദഭാഗം പഠിക്കുമ്പോൾ
പാപം എന്താണെന്ന് ഈ വേദഭാഗത്ത് വ്യക്തമാക്കുന്നുണ്ട്. അത് നമ്മളൊന്നുകൂടെ ചില കാര്യങ്ങളൂടെ പറഞ്ഞു കഴിയുമ്പോൾ പിടികിട്ടും. നമ്മൾ ഈ വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് കർത്താവ് ഈ ഭാഗത്ത് പറയുന്നത്. ഈ കർത്താവായ യേശുക്രിസ്തു പോയി കഴിഞ്ഞാൽ കാര്യസ്ഥനെ അയക്കും, പരിശുദ്ധാത്മാവിനെ അയക്കും. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ആദ്യമായിട്ട് പാപം എന്താണെന്ന് ലോകത്തിന് ബോധ്യമാക്കി കൊടുക്കുമെന്ന് യേശു പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-8 വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. യോഹന്നാൻ 16:7-8 വാക്യങ്ങൾ. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ഈ വക ശ്രദ്ധിച്ച് കേൾക്കണം. അവൻ വന്ന്, ആര് വന്ന്? പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അത്ര മനസ്സിലായല്ലോ? അപ്പൊ ഈ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുമെന്ന് പറയുമ്പോൾ 8-ാമത്തെ വാക്യത്തിലാണ് പറഞ്ഞത്. 9-ാമത്തെ വാക്യത്തിൽ പാപം എന്താണെന്ന് ബോധം വരുത്തി കൊടുക്കുന്നുണ്ട്. എന്താ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്? അവർ എന്നിൽ വിശ്വസിക്കായിക കൊണ്ട് പാപത്തെക്കുറിച്ചും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പാപം എന്താണെന്ന് പറയുന്നത്? ദൈവത്തിൽ വിശ്വസിക്കാത്തതാണ് പാപം. ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത് തന്നെയല്ലേ? എന്താ ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്? ദൈവം പറഞ്ഞത് വിശ്വസിക്കാതെ മനുഷ്യൻ പിശാച് പറഞ്ഞത് വിശ്വസിച്ചു. അപ്പൊ ദൈവം ഒരു കാര്യം പറഞ്ഞു, അത് വിശ്വസിച്ചില്ല. പിശാച് ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു. തൽഫലമായിട്ട് എന്ത് സംഭവിച്ചു? പാപത്തിൽ വീണു. അപ്പൊ പാപത്തിന്റെ അടിസ്ഥാന കാരണം എന്താണ്? അവിശ്വാസമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 16:9 വായിച്ചത്, അവർ എന്നിൽ വിശ്വസിക്കായിക കൊണ്ട് പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കാത്തതാണ് പാപം. അപ്പൊ ഈ അവിശ്വാസത്തിന്റെ ഫലമായിട്ട്, പാപത്തിന്റെ അനന്തര ഫലമായിട്ട് രോഗവും മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. റോമാലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. റോമർ 5:12. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. കാരണം പിടികിട്ടിയോ? എന്താണ്? ഏക മനുഷ്യനാൽ പാപം, ആദാമ്യ ലംഘനത്താൽ പാപം ലോകത്തിലേക്ക് വന്നു. തൽഫലമായിട്ട് എല്ലാവരും പാപികളായി. തൽഫലമായിട്ട് രോഗവും മരണവും ലോകത്തിലേക്ക് വന്നു. റോമർ 3:23 എന്താ പറയുന്നത്? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ്സില്ലാത്തവരായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും, ഞാനും നിങ്ങളും എല്ലാവരും പാപത്തിന് വിധേയരാണ്. നാം തിരുവചനം പഠിച്ചാൽ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പാപത്തിന് വിധേയരാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. റോമാലേഖനം വായിച്ചു നോക്കാം. മനുഷ്യൻ്റെ പാപത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് തിരുവചനം പറയുന്ന 1-2 വാക്കുകൾ ഒന്ന് പരിശോധിക്കാം. അപ്പം നമുക്ക് പാപം എന്താണെന്ന് പിടികിട്ടും. പാപത്തിൻ്റെ അവസ്ഥയിലാണ് നമ്മളൊന്ന് മാറി പിടികിട്ടും. റോമാലേഖനം 1-ാം അധ്യായം 29 മുതൽ 32 വരെ, റോമർ 1:29 മുതൽ 32 വരെ വാക്യങ്ങൾ. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവിക ന്യായം അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുക കൂടി ചെയ്യുന്നു. മനുഷ്യന്റെ അവസ്ഥയാണ്. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. നോക്കിക്കേ മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യൻ മുഴുവൻ പാപത്തിലാണെന്നാ വചനം പറയുന്നത്. ഹോസിയ പ്രവാചകൻ 4-ാം അധ്യായം 1 മുതൽ 3 വരെ പറയുന്നു. ഹോസിയ 4:1 മുതൽ 3 വരെ, ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യവുമില്ല, ദയയുമില്ല, ദൈവപരിജ്ഞാനവുമില്ല. അവർ ആണയിടുന്നു, പോഷ്ക് പറയുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. അതിലെ സകല നിവാസികളും വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും ക്ഷീണിച്ചു പോകുന്നു. വയലിലെ സമുദ്രത്തിലെ മത്സ്യങ്ങളും ഇല്ലാതെയാകുന്നു. അപ്പൊ നോക്കിയ മനുഷ്യന്റെ പാപത്തിന്റെ അവസ്ഥ. വീണ്ടും യെശയ്യാ പ്രവാചകൻ 1-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. അയ്യോ പാപമുള്ള ജാതി,
അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്? അധികം അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ചമപ്പിച്ചിട്ടുമില്ല. നോക്കിക്കേ, അടി തൊട്ട് മുടി വരെ പാപത്തിൽ മുഴുകി നിൽക്കുന്ന ഒരു തലമുറയിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. പാറയെ തകർക്കുന്ന ചുറ്റികയാകുന്ന ദൈവത്തിന്റെ വചനവും രോഗസൗഖ്യം നമ്മളുടെ ബന്ധമാ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഈ മനുഷ്യവർഗത്തിന്റെ പാപമാണ് രോഗത്തിന്റെ മൂല കാരണം. അതിനാൽ നാം എന്ത് ചെയ്യണമെന്ന വചനം പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. യാക്കോബ് 5:16 പറയുന്നു, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പോൾ രോഗം മാറണമെങ്കിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവിടെ ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. രോഗശാന്തി ലഭിപ്പാൻ എന്ത് ചെയ്യണം? തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയണം. അപ്പൊ ചോദ്യം, ആരോടാണ് പാപങ്ങളെ ഏറ്റുപറയേണ്ടത്? നാം തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയണം. അപ്പൊ നമുക്ക് ആരുടെയും പാപം മോചിക്കാനുള്ള കഴിവില്ല. എന്നാൽ ഒരു വ്യക്തി നമ്മളോട് ചെയ്ത തെറ്റിനെ ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കും. ഞാൻ പറഞ്ഞ വാക്യം ശ്രദ്ധിച്ചോ? നമുക്കാരുടെയും പാപം മോചിക്കുവാൻ സാധ്യമല്ല, പിന്നെയോ മറ്റുള്ളവർ നമ്മോട് ചെയ്യുന്ന തെറ്റുകളെ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. അങ്ങനെ ക്ഷമിച്ചാലേ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കത്തുള്ളൂ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. നാം മറ്റുള്ളവരോട് അവരുടെ പാപങ്ങളെ, തെറ്റുകളെ ക്ഷമിച്ചാലേ ദൈവം നമ്മുടെ തെറ്റുകളെയും ക്ഷമിക്കത്തുള്ളൂ. എന്നാലേ രോഗശാന്തി വരത്തുള്ളൂ. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 25-26 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. മർക്കോസ് 11-25-26 വാക്യങ്ങൾ, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. വാക്യം ശ്രദ്ധിച്ചോ? നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞേ, നിങ്ങൾ ആരാധനയ്ക്ക് പോകുമ്പോൾ, നിങ്ങൾ രാവിലെയും പ്രഭാതത്തിലും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ല വിദ്വേഷവും ഉണ്ടെങ്കിൽ അവനോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. നിങ്ങൾ ക്ഷമിക്കാതിരുന്നാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. ഇത് പറയുമ്പോൾ ഈ മിടുക്കന്മാർ പറയുന്നൊരു വാചകമുണ്ട്, കർത്താവെ, ഞങ്ങൾക്കാരോടും ഒരു വിരോധവുമില്ല, അവർക്ക് ഞങ്ങളോടാണ് വിരോധം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിന് മറുപടി യേശു നൽകുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-24 വാക്യങ്ങൾ. മത്തായി 5:23-24, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. അപ്പോൾ നമ്മൾ പെട്ടു. ആദ്യം കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ ക്ഷമിക്കാൻ. ഇപ്പൊ കർത്താവ് പറയുന്നു അവർക്ക് നമ്മളോട് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കാൻ. എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടാണെങ്കിലും അവർക്ക് ഇങ്ങോട്ടാണെങ്കിലും നാം എന്ത് ചെയ്യണം? ഹൃദയപൂർവ്വം അവരോട് ക്ഷമിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പരസ്പരം ക്ഷമിച്ചാലേ നമ്മുടെ രോഗത്തിന് ശമനം ഉണ്ടാകത്തുള്ളൂ. വർഷങ്ങളുടെ പഴക്കമുള്ള പകയും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര, നീ 100 ആണ്ടുകാലം കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാലും നിന്റെ രോഗത്തിന് ശമനം ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പകയും വിദ്വേഷവും മാറണം. നാം മറ്റുള്ളവരോട് ക്ഷമിക്കണം. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു. മത്തായി അതിൻ്റെ 6, 14, 15 വാക്യങ്ങൾ, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. കർത്തൃപ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. എന്താ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണം. ചില മിടുക്കന്മാർ പ്രാർത്ഥിക്കത്തില്ല. കാരണം എന്താ? ക്ഷമിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് അവർ പറയും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേറെ അറിയാം, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. ഇത് കർത്താവ് അവരെ പഠിപ്പിച്ചത്.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ അപ്പനുമായിട്ടൊരു ബന്ധം നമുക്കുണ്ടെങ്കിലേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ പ്രാർത്ഥിച്ചോളാന്ന് പറയും. എന്നെ കേൾക്കുന്ന സഹോദര, ആ പ്രാർത്ഥനയിൽ കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ക്ഷമിക്കുന്നെങ്കിൽ മാത്രം കർത്താവെ ഞങ്ങളോട് ക്ഷമിച്ചാൽ മതിയെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ചില മിടുക്കന്മാരെ പ്രാർത്ഥിക്കും ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമെന്ന്. അങ്ങനെ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ല. കർത്താവ് പഠിപ്പിച്ചത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ, ഞാൻ ക്ഷമിക്കുന്നില്ലെങ്കിൽ കർത്താവെ നീ എന്നോടും ക്ഷമിക്കണ്ട. നാം ക്ഷമിക്കുന്നില്ലെങ്കിൽ നമ്മുടെ രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകത്തില്ല. നാം എങ്ങനെ ക്ഷമിക്കണം? മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 35-ാമത്തെ വാക്യം. മത്തായി 18:35, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. അപ്പൊ നാം എങ്ങനെ ക്ഷമിക്കണം? ഹൃദയപൂർവ്വം ക്ഷമിക്കണം. ക്ഷമിച്ചെന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമല്ല, ഹൃദയത്തിൽ ആ ക്ഷമ ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ വൈരാഗ്യം വെക്കാതുള്ള ക്ഷമയായിരിക്കണം. ഇതിൻ്റെ അർത്ഥം മറ്റുള്ളവരുടെ പാപം മോചിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നാണോ? ഒരിക്കലുമല്ല. പിന്നെയോ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. പാപം മോചിക്കുവാൻ കഴിവുള്ളത് കർത്താവിനാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യോഹന്നാൻ 9:6, എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുള്ളത് ആർക്കാ? കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. എന്നാൽ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ പാപം മോചിക്കുവാൻ ഒരു കാരണവശാലും സാധ്യമല്ല. ഞാൻ ഉദാഹരണം പറയാം. കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത യൂദ എന്ത് ചെയ്തു? അത് തെറ്റായി പോയെന്ന് മനസ്സിലാക്കിയിട്ട് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് പാപം ഏറ്റു പറഞ്ഞു. പാപക്ഷമ കിട്ടിയോ? മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന് പാപം ഏറ്റു പറഞ്ഞ യൂദയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് വചനം വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 3 മുതൽ 8 വരെ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. മത്തായി അതിൻ്റെ 27-ന്റെ 3 മുതൽ 8 വരെ, അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്നവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ടിട്ട് അനുതപിച്ച് ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കിക്കൊണ്ടുവന്ന്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. മഹാപുരോഹിതന്മാരെന്ത് പറഞ്ഞു? അതിന് ഞങ്ങൾക്കെന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക. അവനാ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശ് എടുത്തു, ഇത് രക്തവിലയാകയാൽ ശ്രീഭണ്ഡാരത്തിൽ ഇടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് പരദേശികളെ കുഴിച്ചിടുവാൻ ആ വെള്ളിക്കാശ് കൊണ്ട് കുശവന്റെ നിലം വാങ്ങി. അതിനാൽ അതിന് ഇന്ന് വരെ രക്തനിലമെന്ന് പേർ പറഞ്ഞു വരുന്നു. അപ്പൊ ഇവിടെ ഈ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ, പുരോഹിതന്റെ അടുക്കൽ ചെന്ന് പാപം ഏറ്റു പറഞ്ഞ യൂദയ്ക്ക് പാപക്ഷമ കിട്ടിയില്ല, പുള്ളി കെട്ടിയാന്ന് ചത്തു. എന്നാൽ യേശുക്രിസ്തുവിന്റെ അരിമശിഷ്യനായിരുന്ന പത്രോസോ യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ കക്ഷിയാണ്. എന്നാൽ ആ തള്ളിപ്പറഞ്ഞ പത്രോസ് അതിദുഃഖത്തോടെ ദൈവസന്നിധിയിൽ കരഞ്ഞപ്പോൾ പത്രോസിന്റെ പാപം ക്ഷമിച്ച് കിട്ടി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പുരോഹിതനോട് പാപമേറ്റു പറഞ്ഞ യൂദയുടെ പിൻഗാമികൾ ഇന്നും ലോകത്തിലുണ്ട്. നാം പാപമേറ്റു പറയേണ്ടത് പുരോഹിതനോടല്ല, പിന്നെയോ ദൈവത്തോടാണ് പാപമേറ്റു പറയേണ്ടത്. പുരോഹിതനോട് പാപമേറ്റു പറഞ്ഞ യൂദയ്ക്ക് പാപക്ഷമ കിട്ടിയില്ല, നാം ദൈവത്തോട് ഏറ്റു പറയണം. മനുഷ്യരോട് തെറ്റുകളെ ക്ഷമിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 28-ന്റെ 13 വായിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 28:13, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അപ്പം നമ്മുടെ തെറ്റുകൾ എന്ത് ചെയ്യണം? നമ്മൾ ആരോടെങ്കിലും വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ആ തെറ്റേറ്റു പറയണം. എന്നിട്ട് എന്ത് ചെയ്യണം? ക്ഷമ ചോദിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നാലേ നമ്മുടെ രോഗം മാറത്തുള്ളൂ. 1 യോഹന്നാൻ 1:9 ഇങ്ങനെ വായിക്കുന്നു. 1 യോഹന്നാൻ 1:9, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ രക്ഷിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം പാപങ്ങളെ എന്ത് ചെയ്യണം? ഏറ്റുപറയണം. ഇവിടെ തിരുവചനം എന്താണ് പറയുന്നത്? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. നമ്മൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. മേലാൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച പാപങ്ങളിലേക്ക് പോകാതിരിക്കുവാനായിട്ടുള്ള ഒരു ദൃഢ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കർത്താവ് രോഗസൗഖ്യം കൊടുത്ത പലരോടും നിഷ്കർഷയായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി മേലാൽ പാപം ചെയ്യുക. നമുക്കറിയാം, 38 വർഷമായി ബെഥെസ്ദ കുളക്കരയിൽ രോഗം ബാധിച്ച് കിടന്ന മനുഷ്യനെ സൗഖ്യമാക്കി.
പിന്നീട് യേശു ദൈവാലയത്തിൽ വെച്ചവനെ കണ്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 5:14. അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടു. അവനോട്, നോക്ക്, നിനക്ക് സൗഖ്യമായല്ലോ. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. അപ്പൊ പാപത്തിൽ ജീവിച്ചാൽ രോഗത്തിന്റെ സൗഖ്യം കിട്ടത്തില്ല. പാറയെ തകർക്കുന്ന ചുറ്റികയാകുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം. മറ്റുള്ളവരോട് അവരുടെ തെറ്റുകളെ ക്ഷമിക്കണം. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് വിശുദ്ധീകരണം പ്രാപിച്ചാലേ നമുക്ക് രോഗശമനം ഉണ്ടാകത്തുള്ളൂ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 14 19 20 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കേണ്ട വാക്യം. യിരെമ്യാവ് 14 19 20 വാക്യങ്ങൾ. നീ യഹൂദയെ കേവലം ത്യജിച്ച് കളഞ്ഞുവോ? നിനക്ക് സിയോനോട് വെറുപ്പ് തോന്നുന്നുവോ? പൊറുപ്പാകാതവണ്ണം നീ ഞങ്ങളെ മുറിവേൽപ്പിച്ചതെന്തിന്? ഞങ്ങൾ സമാധാനത്തിനായി കാത്തിരുന്നു, ഒരു ഗുണവും വന്നില്ല. രോഗശമനത്തിനായി കാത്തിരുന്നു, എന്നാൽ ഇതാ ഭീതി. യഹോവയെ, ഞങ്ങൾ ഞങ്ങളുടെ ദുഷ്ടതയും ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യവും അറിയുന്നു. ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മൾ ദൈവത്തോട് പാപം ചെയ്തിട്ടുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ധാരാളമുള്ളവരാണ്. അതുകൊണ്ട് എന്തോ ചെയ്യണം? നമുക്ക് പ്രത്യാശയുണ്ടോ? പാപികൾക്ക് പ്രത്യാശയുണ്ട്. 2 ദിനവൃത്താന്തങ്ങൾ 7:14 നാം എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. 2 ദിനവൃത്താന്തങ്ങൾ 7:14. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖമന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനമാണെങ്കിൽ നമ്മളെ തന്നെ താഴ്ത്തണം. താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച് നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് കേട്ട് നമ്മുടെ പാപം ക്ഷമിച്ച് നമ്മുടെ ദേശത്തിന് പോലും വിടുതലുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മുടെ ജീവിതത്തിൽ പാപത്തോട് വിട പറയണം. പാറയെ തകർക്കുന്ന ചുറ്റികയാകുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം രോഗശമനത്തിനായി, രോഗസൗഖ്യത്തിനായി നമ്മോട് പറയുന്നു. യാക്കോബ് 5:16. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പോൾ രോഗശാന്തി ഉണ്ടാകണമെങ്കിൽ എന്താ വേണം? മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും ഒക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നിരപ്പ് പ്രാപിച്ച് വിശുദ്ധിയിൽ ദൈവത്തെ സേവിക്കണം. പാപങ്ങൾക്ക് മോചനമുണ്ടാകണം. ദൈവത്തോടും മനുഷ്യനോടും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധീകരണം പ്രാപിക്കണം. ആരോടെങ്കിലും വല്ല പകയും വിദ്വേഷം ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കാതെ അവരോട് ക്ഷമ ചോദിച്ച് നാം നിരപ്പിൽ വരണം. ദൈവത്തോട് പാപക്ഷമയ്ക്കായിട്ട് യാചിക്കണം. അങ്ങനെയാണെങ്കിൽ പാപം മാറുമ്പോൾ രോഗം മാറും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇങ്ങനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പാറയെ തകർക്കുന്ന ചുറ്റിയാകുന്ന ദൈവത്തിൻ്റെ വചനം, ഈ വചനവും രോഗശാന്തിയും തമ്മിലുള്ള ബന്ധം പിടികിട്ടിയോ? ദൈവത്തിന് സ്തോത്രം. നമുക്ക് നല്ല തീരുമാനമെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ വർഷങ്ങളുടെ പഴക്കമുള്ള പകയും വിദ്വേഷവും ഒക്കെ ഉണ്ടെങ്കിൽ മാറട്ടെ. ദൈവസന്നിധിയിലേക്ക് നമ്മൾ തന്നെ സമർപ്പിക്കാം. കിടക്കയിൽ കിടന്നുകൊണ്ട് തീരുമാനമെടുക്കുക. നിങ്ങളുടെ രോഗത്തിന് കർത്താവ് ശമനം തരും. നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, സൗഖ്യമാക്കുന്ന കർത്താവുണ്ട്. എത്ര പേർ തീരുമാനമെടുക്കും? ചില പ്രയാസമാണ്, എന്നാൽ ഇന്ന് പകൽക്കാലം തീരുമാനമെടുത്താൽ നമുക്ക് വിടുതലാണ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്നടികളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, പാറയെ തകർക്കുന്ന ചുറ്റികയാകുന്ന ദൈവത്തിൻ്റെ വചനത്തിലൂടെ അവിടുന്ന് അടിയങ്ങളെ സംസാരിച്ചല്ലോ. അടിയങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീനെന്ന അടിയങ്ങളെ മനസ്സിലാക്കിച്ച കൃപയ്ക്കാട്ട് സ്തോത്രം. കർത്താവേ, അവിടുത്തെ വചനം എത്ര ശക്തിയോടെ അടിയങ്ങളോട് സംസാരിച്ചു. കേട്ട വചനത്തിനനുസരിച്ച് അടിയങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ ഇന്ന് ഈ ചുറ്റികടിയങ്ങളെ അടിച്ചുടച്ച് പണിയുവാൻ, ഒരു പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമേ. അടിയങ്ങളുടെ ജീവിതത്തിലുള്ള രോഗത്തിൻ്റെ മൂലകാരണം കണ്ടെത്തുവാൻ അവിടുന്ന് സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. വചനത്തിനനുസരിച്ച് ജീവിച്ച് കർത്താവെ വിടുതൽ പ്രാപിച്ച് ആരോഗ്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണം. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. സമൃദ്ധിയായിട്ടുള്ള നന്മകളെ നൽകണമേ. വിടുതൽ കർത്താവ് നൽകണമേ. എല്ലാ ആവശ്യങ്ങളെയും മാനിക്കണമേ. മാനവും മഹത്വം കർത്താവ് എടുത്താട്ട് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ വചനങ്ങൾ വളരെ വിലപ്പെട്ട വചനങ്ങൾ നിങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണം കാണുവാൻ കേൾക്കുവാൻ മറക്കരുത്. മറ്റുള്ളവരോട് പറയണം.
ഒരുപക്ഷെ നിങ്ങൾക്ക് TV ചാനലിലൂടെ കേൾക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ഈ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് വീണ്ടും കേൾക്കാം, എത്ര തവണ വേണമെങ്കിലും കേൾക്കാം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, മറ്റുള്ളവരെയും കൂടി സത്യത്തിലേക്ക് നടത്തുക. ദൈവമായി കർത്താവ് നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495955082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.